ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. തെക്കൻ ജില്ലകളിൽ ഇന്നലെ മുതൽ നേരിയ മഴ ലഭിച്ചു തുടങ്ങി. തെക്കൻ ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിലാണ് ഇടിമിന്നലോട് കൂടിയ മഴ പ്രതീക്ഷിക്കുന്നത്. ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മധ്യ തെക്കൻ കേരളത്തിലാണ് മഴ സാധ്യത രൂപപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ചില പ്രദേശങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. നിലവിൽ നാളെയും ഇതേ ജില്ലകളിലാണ് മഴ സാധ്യതയുള്ളത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിന് പുറമെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ആയതിനാൽ ഇക്കാര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ മേഖലകളിലാണ് മഴ സാധ്യത കൂടുതലുള്ളത്. എന്നാൽ മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് വീണ്ടും എല്ലാ ജില്ലകളിലും വരണ്ട കാലാവസ്ഥയ്ക്കാണ് സാധ്യതയുള്ളത്. അതേസമയം മഴ സാധ്യത രൂപപ്പെട്ട സാഹചര്യത്തിൽ പ്രസ്തുത ജില്ലകളിൽ തണുപ്പിൽ കുറവ് അനുഭവപ്പെട്ടേക്കും. മറ്റിടങ്ങളിൽ ഇതുവരെ അനുഭവപ്പെട്ടതുപോലെയുള്ള തണുപ്പ് തുടരുകയും ചെയ്യും. വരും ദിവസങ്ങളിലും പകൽ കൂടുതൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. ഇടുക്കി, മൂന്നാർ മേഖലകളിൽ അതിശൈത്യമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. ഇന്ന് മുതൽ 20-ാം തീയതി വരെ തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആയതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണം. വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.